എനിക്കൊരു കമന്റ് വന്നിരുന്നു. കാർത്തിക സുകുമാരനിട്ട് കമന്റ്, കാർത്തിക സുകുമാരൻ 9418 ആപ്റ്റ് കമന്റ്. അതിനൊരു മറുപടി കൊടുക്കണമെന്ന് തോന്നി. സോ കമന്റ് ഞാൻ വായിക്കാം. കമന്റ് കാണണോ വേണ്ടല്ലോ? വായിക്കാം. ജാസ്മിൻ മാത്രം, ജാസ്മിൻ തന്നെ. ഹർ പേരൻസ്, ഫിയാൻസെ, അഗെയിൻ ഏഷ്യാനെറ്റ്, ഗബ്രി, contestants, reviewers, even Shefina, എല്ലാം used her very badly, told her cruelly. Sad part is that she is never gonna understand this because she is going to find this loop again. Okay, നിങ്ങൾക്ക് പോലും ദേഷ്യം വരുന്നത് ജാസ്മിനെ ചവിട്ടി തേക്കാൻ സിബിൻ ആര്യ ഇഷ്യൂവിൽ നിന്ന് ഒന്നും കിട്ടാത്തത് കൊണ്ടാണ്. ആ കുട്ടി കോംപ്രമൈസിന് നിന്ന് ഷെഫീന മാം, നിങ്ങൾ സ്ത്രീപക്ഷത്ത് നിൽക്കുന്നതെന്ന് കരുതിയാണ് വീഡിയോസ് കണ്ടിരുന്നത്. ഓക്കെ, യു ആർ ആൾസോ സെയിം ആസ് ദോസ് വോയിസസ്. മാം, ഇറ്റ് ഈസ് സാഡ്. ജാസ്മിൻ പെർഫെക്റ്റ് അല്ല, ആരും അല്ല. അറ്റ്ലീസ്റ്റ് നോട്ട് ഇൻ തോട്ട്സ്. കീപ്പിംഗ് aside your personal hurt, do think about it. She is being used. After BB, she can either join hands with any of these stories and act accordingly or live alone. ലീവ് എലോൺ. അതിനെ പിച്ച് ചെയ്യുന്നതൊന്നും നടത്തും. ഒരു ലിമിറ്റ് ഇല്ലേ? നല്ല ചോദ്യം. ഈ ഒരു മറുപടി ഞാൻ തരട്ടെ. ആദ്യം തന്നെ ഞാൻ പറയാം, പേഴ്സണൽ ഗ്രഡ്ജ് വരാനുണ്ടായ റീസൺ എന്താണെന്ന് ആലോചിക്കണ്ടേ? എന്തിനാണ് നമുക്ക് ഒരാളോട് പേഴ്സണൽ ദേഷ്യം വരുന്നത്? പേഴ്സണലി നമുക്ക് അയാളോട് ദേഷ്യം വരുന്നത് അയാളും അയാളുടെ ലൈഫിലും ഉള്ള കുറേ അധികം വിഷയങ്ങൾ എന്നോട് വന്ന് അവതരിപ്പിക്കുകയും അയാളുടെ ശത്രുവിനെ എന്നോട് വന്ന് പറഞ്ഞ് അയാളെ മോശം പറയാൻ. ആ ശത്രു ഒരു പെൺകുട്ടിയാണ്. ഇതേ പ്രായത്തിൽ ഒരുപക്ഷെ എൻ്റെ മകനും ആ കുട്ടിയും ഒരേ വയസ്സാണ്, 26 വയസ്സ്. 26 വയസ്സുള്ള ഒരു കുട്ടിയെ അപമാനിക്കാനും എടുത്തുടുക്കാനും എന്നോട് വന്ന് അഡ്വൈസ് ചെയ്യുകയാണേ ഈ കുട്ടി. ഈ പറയുന്ന കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് അഡ്വൈസ് ചെയ്യുന്ന കാര്യമാണ് ഈ പറയുന്നത്. ക്ലിയർ ആയിട്ട് കേൾക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി മാത്രം, ഈ ഒരു കമൻറ്റിന് വേണ്ടി മാത്രം ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ക്ലിയർ ആയിട്ട് കേൾക്കുക. കാർത്തിക എന്നോട് വന്ന് പറഞ്ഞത്, ആ കുട്ടിക്കെതിരെ വീഡിയോ ചെയ്യുക, അതിമോശമായി ചെയ്യുക. അവർ മോശമാണ് നിങ്ങളെ പറഞ്ഞത്. ഞാനും ആ കുട്ടിയും തമ്മിൽ ചെറിയ ഇഷ്യൂ ഉണ്ട്. ആ പെൺകുട്ടിയെ വേണമെങ്കിൽ അവൾക്കറിയാവുന്ന, അവളുടെ ലൈഫിൽ അറിയാവുന്ന ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് മോശപ്പെട്ട, അവൾ പോലും ഭാഗമാകാത്ത കുറേയധികം വിഷയങ്ങളുണ്ട്. ഒരുപക്ഷെ അതൊക്കെ ഞാൻ പുറത്തേക്ക് വിട്ടാൽ പൊതുജനം അവളെ ശരിയാക്കും. മീൻസ് സൈബർ ബുള്ളിങ്ങിന് എനിക്ക് ഇട്ടു കൊടുക്കുക, അത് ഇപ്പോഴും ചെയ്യാം. പക്ഷെ ഇന്ന് വരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ആ കുട്ടി എന്നെ വിളിച്ചത്, ഞാൻ ഒരു റെഡ് സ്ട്രീറ്റിൽ നടക്കുന്ന പെണ്ണായിട്ടാണ് എന്നെ അവൾ വിലയിരുത്തിയത്. ജാസ്മിൻ അല്ല, മറ്റേ കുട്ടി, വേറെ ആരുമില്ല, അസ്ല പറഞ്ഞതാണ്. ഞാൻ റെഡ് സ്ട്രീറ്റിലാണെന്നാണ് അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെയും അതിനേക്കാൾ ഉപരി മോശപ്പെട്ട രീതിയിലാണ് അവൾ എന്നെ അവതരിപ്പിച്ച. അവളുടെ ഇതിനകത്ത് 1ഉം 2ഉം കേസ് സബുള്ള കുട്ടിയുമല്ല. അന്ന് എന്നോട് ഈ വഴക്കുണ്ടാക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് 800K സബ്ബായിരുന്നു. അറിയുമോ? 800K സബ്ബുള്ള ആ കുട്ടി എന്നെപ്പറ്റി ആ പടുമോശം പറയുമ്പോൾ, ഞാൻ അവൾക്കെതിരെ തിരിച്ചൊരു വീഡിയോ ചെയ്യുമ്പോൾ, ആ വീഡിയോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ വിളിച്ച് എന്നോട് സോറി പറഞ്ഞു. ആ കുട്ടി, എനിക്ക് തെറ്റുപറ്റിയതാണ്, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ അവൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാണേണ്ടവരൊക്കെ കണ്ടു, കാണേണ്ടവർ മുഴുക്ക കണ്ടു. അതിൽ നിന്ന് കിട്ടിയ ആ റവന്യൂ ഞാൻ അവളെ കൊണ്ട് ചാരിറ്റിക്ക് കൊടുപ്പിച്ചു. അസുഖബാധിതയായ ഒരു കുട്ടിയുടെ ഓപ്പറേഷനിലേക്ക് ആ പണം കൊടുക്കാൻ പറഞ്ഞു. അവൾ അത് കൊടുക്കുകയും ചെയ്തു. അതായിരുന്നു ഞാൻ അവൾക്ക് കൊടുത്ത പണിഷ്മെന്റ്. ഇത് ഞാൻ തുറന്നു പറയേണ്ട ഒരു കാര്യമാണ്, അതുകൊണ്ട് പറയുന്നതാണ്. പിന്നീട് ഞാൻ ആ കുട്ടിയുടെ സൈഡിലേ നോക്കാൻ പോയിട്ടില്ല. പക്ഷെ ഇവൾ എന്നെ വിളിച്ച് പറഞ്ഞത് അവളെ വിടരുത്. അപ്പോൾ എനിക്ക് ഇവർക്കിടയിലുള്ള കഥ എന്തെന്നറിയണമെന്ന് കൗതുകമായി. എന്താണ് ഇവർക്കിടയിലുള്ള കഥ? ആ കുട്ടിയോട് ഞാൻ സംസാരിക്കുമ്പോൾ അവൾ എനിക്ക് കുറച്ച് വോയിസ് ഇട്ട് തന്നു. ജെന്യുവിനായി എനിക്ക് തോന്നി. കാരണം എൻ്റെ മകനും അതേ പ്രായമാണെന്ന്. ആ കുഞ്ഞിനെ ഒരാൾ തേച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം എനിക്കറിയാം. ഗ്രീഷ്മയോ രേഷ്മയോ ഒരു കഥ നമ്മൾ കേട്ടതാണ്. ഒരു കുട്ടി കഴുത്തറുത്ത് കൊല്ലപ്പെട്ടു, അറിയുമോ? തേപ്പിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾ ഇത് ചെയ്യാതിരിക്കുക എന്നുള്ളതൊരു മെസ്സേജ് ആയിട്ട് കൊടുക്കണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതിനേക്കാൾ ഉപരി ഖൈസ് എന്ന് പറയുന്ന വ്യക്തി എന്നെ എടുത്തു വെച്ച് നിരന്തരം തെറിവിളിയാണ്. അവനെതിരെ അവൻ പറഞ്ഞ ഒരു വോയിസ് കൊണ്ടുവന്ന് പ്ലേ ചെയ്തു എന്നൊരു കുറ്റമേ ഞാൻ ചെയ്തുള്ളൂ. എനിക്കെതിരെ കേസ് കൊടുത്തു ഇവൾ. ഞാൻ അവളെ എന്തോ ചെയ്തെന്ന്, അവളെ പേര് പോലും ഞാൻ പറഞ്ഞിട്ടില്ല, മുല്ലപ്പൂന്നേ പറഞ്ഞിട്ടുള്ളൂ. എവിഡൻസ് ഇല്ലാത്തൊരു കാര്യത്തിന് കേസെടുത്തു പോലീസ്. എൻ്റെ കുറച്ച് സാധനങ്ങൾ പോലീസ് ഒന്ന് എടുത്തുകൊണ്ട് പോയി. ഇതൊന്നും പോരാതെ അവൾ പൈസ കൊടുത്ത് 107K സബ്ബുള്ള എൻ്റെ ചാനൽ പൂട്ടിച്ചു. എൻ്റെ വരുമാന മാർഗം അതാണ്. കാല് സുഖമില്ലാതെ ഇരുന്നു പോയൊരു സ്ത്രീയാണ് ഞാൻ.
എനിക്കുണ്ടായിരുന്ന വരുമാന മാർഗമായ എൻ്റെ ചാനൽ അവൾ പൂട്ടിച്ചു കളഞ്ഞു. അവൾ പണം കൊടുത്ത് ചെയ്യിച്ചതാണ്. അതും ആ കബീഷ്, വിവി എന്ന് പറയുന്ന കബീഷിനെ കൊണ്ട് ചെയ്യിച്ചു. പോരാത്തതിന് കാണുന്ന അവളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത, അതായത് ഖാദർ കരിപ്പുഴയുടെ വിവാഹത്തിന് അവളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത എല്ലാ യൂട്യൂബേഴ്സും എന്നെ തെറി വിളിച്ചവരാണ്. സർവത്ര തെറിയായിരുന്നു ഞാൻ കേട്ടത്. ഞാൻ എത്ര വിവാഹം, ഞാൻ 2 വിവാഹമേ കഴിച്ചിട്ടുള്ളൂ. 2 വിവാഹം, അതും 12 വർഷം കാലയളവിൽ ഇടവിട്ടാണ് ഞാൻ 2 വിവാഹം. അല്ല ഒരാളെ കളഞ്ഞിട്ട് അടുത്ത ആളുടെ ഓടിപ്പോയതല്ല, ഒരാളെ വെച്ചോണ്ട് ഒരുത്തൻ്റെ കൂടെ ഓടിപ്പോയതല്ല. ഒരു വിവാഹമോചനം നടന്ന് 12 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് അടുത്ത വിവാഹം പോലും. അങ്ങനെയുള്ള ഞാൻ 4 കെട്ടിന്നായി. എൻ്റെ കുഞ്ഞിൻ്റെ തന്തയാര്, DNA എവിടെ? എൻ്റെ മക്കളെ, അതായത് എൻ്റെ ഇളയ മകനെ സൈബർ ബുള്ളിങ് നടത്തിയിട്ടുണ്ടായിരുന്നു ഇവർ. എൻ്റെ കുഞ്ഞിന് സ്കൂളിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അവൻ്റെ കൂട്ടുകാർ ഇവിടെ വരാത്തൊരവസ്ഥയുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണൽ ഗ്രഡ്ജ് വരരുതെന്ന് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഉണ്ടാവില്ലേ? 12 വയസ്സ് മാത്രം, 13 വയസ്സ് മാത്രം ഇതുള്ള എൻ്റെ മകൻ്റെ കൂട്ടുകാർ, എൻ്റെ കൂടെ ഇരുന്ന് അവരുടെ വീട്ടുകാർ ഉപദേശിക്കുന്ന രീതിയിൽ സൈബർ ബുള്ളിങ് നേരിട്ട വ്യക്തിയാണ് ഞാൻ. അറിയുമോ? തെറ്റുണ്ടോ എൻ്റെ ഭാഗത്ത്? ഞാൻ അപ്പോഴും തിരിച്ചു പറഞ്ഞതൊന്നേ ഉള്ളൂ, എന്നെ ബയോളജിക്കലി കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾ പറയുന്ന 4 പേർക്കൊപ്പം ഞാൻ ഉറങ്ങിയെന്ന് നിങ്ങൾ തെളിയിച്ചാൽ നിങ്ങൾ പറയുന്നത് ശരിയെന്ന് ഞാൻ വന്ന് പറയുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു സ്ത്രീയെ അവഹേളിക്കാവുന്നതിന്റെ എക്സ്ട്രീം ലെവൽ കാശ് കൊടുത്ത് പറയിച്ച മോളാണ് 23 വയസ്സുകാരി എന്ന് ഓർത്തോണം. 23 വയസ്സുകാരി ചെയ്ത ചെയ്ത്താണ്. ഞാനാണ് ബ്രാൻഡ്, എനിക്ക് ആ ചാനൽ വേണ്ടാന്ന് പറഞ്ഞത് നിഷേധിച്ചിട്ട് പുതിയ ചാനലിൽ, നിങ്ങൾ ഈ കേൾക്കുന്നത് പുതിയ ചാനലിൽ കൂടെയാണ്. 4 വർഷത്തെ എൻ്റെ എഫർട്ടാണ് വെറുതെ എടുത്ത് കളഞ്ഞത്. എൻ്റെ ശത്രുക്കളെ മുഴുക്ക ഐക്യപ്പെടുത്തി എല്ലാവരെയും ചേർത്ത് വെച്ച് എന്നെ അപമാനിക്കാവുന്നതിൻ്റെ എക്സ്ട്രീം ലെവൽ, എൻ്റെ മകനെ കൊണ്ടുപോലും എന്നെ മോശക്കാരിയാക്കിയ വൃത്തികെട്ട ജന്മമാണത്. ഞാൻ അതിനെപ്പറ്റി പറയണ്ടായോ? ഞാൻ പറയണ്ടേ? അതെൻ്റെ റൈറ്റ്സ് ആണ്. നിങ്ങൾക്ക് അതിൻ്റെ ആ പേഴ്സണൽ ഗ്രഡ്ജിൻ്റെ ലെവൽ മനസ്സിലാവാത്തത് കൊണ്ടാണ്. മനുഷ്യൻ ജീവിക്കണോ മരിക്കണോ എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. നിങ്ങൾ കാണുന്ന ആരോഗ്യമൊന്നും എനിക്കില്ല. എൻ്റെ ഉള്ള ആയുസ് അത്രയും ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട വീടുകളിൽ നിന്ന് വരുന്ന വാടക കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതിൻ്റെ കൂടെ എന്തെങ്കിലും അഡീഷണൽ എനിക്ക് മരുന്നിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരുന്ന എൻ്റെ ഒരു ജോലിയാണ് യൂട്യൂബ്. അത് നിർത്തലാക്കാൻ അവളുടെ ആ ഒരു വോയിസ് ഞാൻ പ്ലേ ചെയ്തു എന്നൊരൊറ്റ കാരണം കൊണ്ട് അവൾ പറഞ്ഞതാണ്. പക്ഷേ ആ വോയിസിൽ കൂടെ ആ ചെറുക്കൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഈ ലോകം മുഴുക്ക അറിയിച്ചു കൊടുത്തത് ഞാനല്ല, ആ ഷോയിൽ പോയി അവളാണ്. അത് ചെയ്ത അവൾ അത് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ട് മിണ്ടാതിരിക്കണോ? ഞാൻ അവളെ പേഴ്സണലി എടുത്തു ചിലക്കിയതല്ല, എനിക്കതിനുള്ള റൈറ്റ്സ് ഇല്ല. അവളൊരു ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ആ ഷോയിൽ നടന്ന വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് വിഷമമായി തോന്നി, നിങ്ങൾക്കതിന് ലിമിറ്റായി തോന്നിയെങ്കിൽ നിങ്ങൾ എൻ്റെ സ്പേസിലേക്ക് വരൂ, എൻ്റെ സ്പേസിൽ നിന്ന് ചിന്തിക്കൂ. ഞാൻ സ്ത്രീപക്ഷവാദി തന്നെയാണ്. ഒരു സ്ത്രീ ഇങ്ങനെയാകാൻ ഞാൻ ഒരിക്കലും അഡ്വൈസ് ചെയ്യില്ല. എൻ്റെ ചുറ്റുമുള്ളതോ എനിക്ക് ഒപ്പം നിൽക്കുന്നതോ എൻ്റെ ശത്രുക്കൾ പോലും ഈ ലെവലിൽ ചിന്തിക്കാൻ ഞാൻ പറയത്തില്ല. കോംപ്രമൈസിന് അവൾ നിന്നില്ല എന്നുണ്ടെങ്കിൽ പുറത്ത് വിവാഹം നിശ്ചയിച്ച ഒരു പെൺകുട്ടി അതിനകത്ത് പോയിട്ട് കാമപ്പേക്കൂത്ത് കാണിക്കുമോ? നിങ്ങൾ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കരുത്. കൃത്യമായി തെളിവ് വെച്ചല്ലേ പറയുന്നത്. തെളിവില്ലാത്ത കാര്യമാണോ? ഇനി അവിടുത്തെ ക്യാമറമാൻ എൻ്റെ കള്ളമാപ്പിളയൊന്നുമല്ല എനിക്കിതൊക്കെ എടുത്ത് അയച്ചു തരാനായിട്ട്. പബ്ലിക്കായിട്ട് അവർ സംപ്രേഷണം ചെയ്യുന്ന വിഷയത്തിലുള്ള കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. അത് പേഴ്സണൽ ഗ്രഡ്ജ് കൊണ്ടല്ല, അതിനകത്ത് നടന്ന കാര്യമാണ്. അത് തെളിവാക്കിയതാണ്, കർമ്മ സ്ലാപ്പ് ചെയ്തതാണ് വിത്തിൻ മന്ത്സ്. പോകുന്നതിന് മുമ്പ് റസീന നൗഷാദ് എന്ന് പറഞ്ഞൊരു ലേഡിയുടെ അവളുടെ ചാനലിൽ പോയി എന്നെ പച്ചത്തെറി വിളിക്കുന്നുണ്ട് ഈ കുട്ടി. ഈ ചീത്ത എന്നെ അവൾ വിളിക്കുമ്പോൾ മാത്രമാണ് കരുക്കൾ നീക്കിയത് ഇവളാണെന്ന് എനിക്ക് മനസ്സിലായത്. ഈ റസീന നൗഷാദ് എൻ്റെ വീട്ടിൽ 9 ദിവസം വന്ന് ചട്ടിയടിച്ച് തിന്നിട്ട് പോയവളാണ്. എനിക്കെതിരെ വീഡിയോ ചെയ്തു. എന്തിനെന്നറിയാമോ? അവിഹിതം. അവൾക്ക് മറ്റൊരു സ്ത്രീ, സുലേഖ എന്ന് പറയുന്ന സ്ത്രീക്ക് 3 കുട്ടികളുണ്ട്. അവളുടെ ഭർത്താവിനെ പിടിച്ചു വെച്ചിട്ട് അത് വെളുപ്പിക്കാൻ എടുത്തു പറഞ്ഞു. സൗകര്യമില്ല എന്ന് പറഞ്ഞു. റസീനയായിരുന്നാലും ഈ പെൺകുട്ടിയായിരുന്നു, മുല്ലപ്പൂ ആയിരുന്നാലും ഇവർ 2 പേരും എന്നോട് ആവശ്യപ്പെട്ടത് തെറ്റ് ചെയ്യാനാണ്. പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ശക്തയാണെന്ന് തന്നെ ഞാൻ പറയും. എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ചാനലോ എൻ്റെ മാനമോ എൻ്റെ അഭിമാനമോ ഒക്കെ ആണെങ്കിൽ പോലും എനിക്ക് ഉറങ്ങാൻ കഴിയും സമാധാനമായിട്ട്. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഇവരുടെ ചെറ്റത്തരത്തിന് കൂട്ടുനിന്നില്ല എന്നുള്ളതാണ് എൻ്റെ കുറ്റം. ഞാൻ കൂടെ നിർത്തി ചേർത്ത് പിടിച്ച ആമി യൂസുഫ് എന്ന് പറയുന്ന സ്ത്രീ എനിക്കെതിരെ പച്ചത്തെറി പറഞ്ഞിട്ടുണ്ട്. പടുമോശം പറഞ്ഞു. എനിക്ക് സെക്ഷുവലി ഒരു രീതിയിലുള്ള ഇതുമില്ല എന്നാണ് അവൾ പറഞ്ഞത്. ഇവർ ഒരിക്കൽ പറയും എനിക്ക് 4 ഭർത്താവെന്ന്, ഒരിക്കൽ പറയും എനിക്ക് ഡിസ്പോ തൂറിയണം, ഒരിക്കൽ പറയും എൻ്റെ ഭർത്താവ് ആരെ കൂടെ ഓടിയെന്ന്. ഇവർ തന്നെയാണ് എനിക്ക് ഭർത്താവിനെ ഉണ്ടാക്കുന്നതും, ഇവർ തന്നെയാണ് എൻ്റെ ഭർത്താവിനെ കൊണ്ട് എന്നെ ഡിവോഴ്സ് ചെയ്യിക്കുന്നതും, എൻ്റെ കൊച്ചിന് അച്ഛനുണ്ടാക്കുന്നതും അച്ഛന്മാരുണ്ടാക്കുന്നതും. എൻ്റെ നാട് പറകുന്നാണ്.
അവിടെ ഞാൻ അഡ്രസ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ പോയി അന്വേഷിക്കും. അവിടെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ പറയണേ, ഞാൻ കേട്ടുകൊണ്ടിരിക്കാം. ഒരു മനുഷ്യനെ എത്രത്തോളം അപമാനിക്കാവോ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ ഇവരുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ എൻ്റെ ഫേസ്ബുക്കിലുണ്ട്, പോയി നോക്കുക. ഒരു 3 years ബാക്ക് തൊട്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഇത്തരം ചീള് കേസും ഇതുപോലത്തെ ഗോസിപ്പ് കേസൊന്നും ഞാൻ എടുക്കുന്ന വ്യക്തിയായിരുന്നില്ല. എന്നെ അതിലേക്ക് കൊണ്ടുവന്നിട്ട്, ഈ ലൂപ്പിലേക്ക് എന്നെ വലിച്ചു കൊണ്ടുവന്നിട്ടത് ഇവളാണ്. എന്നിട്ട് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് വന്ന് ഈ വൃത്തികേട് എഴുതി വയ്ക്കുന്നത്? സിബിനോട് ഞാൻ പറഞ്ഞതും ആര്യയോട് ഞാൻ പറഞ്ഞതും എന്താണെന്ന് മനസ്സിലാക്കാതെ അലക്കരുത്. സിബിനും ആര്യയും പോസ്റ്റ് ഇട്ടു, ഞങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ടെന്ന്. അതും കേട്ടുകൊണ്ട് ഞങ്ങൾ അവരുടെ വീഡിയോ കാണാൻ പോയി. അവരുടെ ലൈവ് കാണുക എന്നുള്ളത് ഞങ്ങളുടെ ഉദ്ദേശമല്ല, താല്പര്യമില്ല. ഞങ്ങളെ അതിലേക്ക് കൊണ്ടുപോയത് ഈ വിഷയം പറഞ്ഞിട്ടാണ്. ഈ വിഷയം അവർക്ക് പറയാനില്ല എങ്കിൽ അവരത് ചെയ്യരുതെന്ന് അവരോട് പറഞ്ഞത്. അല്ലാതെ ഇവളെ ഏറി വിടാനുള്ള സാർവത്രികമായ തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പോഴുള്ള അവളെ അഫ്സലിക്കാടെ ഉമ്മ എനിക്ക് കിട്ടുന്ന മെസ്സേജ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, കേൾക്കണോ? ഞങ്ങളിതൊന്നും വെളിയിൽ വിട്ടില്ലല്ലോ. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പൊത്തിപ്പിടിക്കുന്നുണ്ട്. ഒരു പരിധിയിൽ കൂടുതൽ ഞങ്ങളത് പുറത്തു പറയാറുമില്ല. പക്ഷെ അതിൻ്റെ അർത്ഥം അവർക്ക് എന്തും പറയാം, നമുക്കൊന്നും മിണ്ടാൻ പറ്റില്ല എന്നല്ല. അവളുടെ വാപ്പ ആയിരുന്നാലും ഉമ്മ ആയിരുന്നാലും മകളെ വളർത്തേണ്ട രീതിയുണ്ട്. ഈ മകൾ പോകുന്നതിന്, അതായത് ഈ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് കുറച്ച് ദിവസം മുമ്പ് ആ കടപ്പുറം കക്കൂസിന്റെ ചാനലിൽ പോയിരുന്ന എന്നെ തെറി വിളിക്കുന്നുണ്ട്. വീഡിയോ റെക്കോർഡിംഗ് കൊണ്ട് എൻ്റെ കയ്യിൽ. എന്തടിസ്ഥാനത്തിൽ എന്നെ തെറി വിളിക്കുന്നു? ഞാൻ എന്ത് ചെയ്തു? ഇവരുടെ വീട്ടിൽ കയറിയോ? ഇവരുടെ ഉപജീവനം മുട്ടിച്ചോ? ഇവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ? ഒന്നുമില്ലല്ലോ. ഇവളെ പറ്റി ഇവളുടെ സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ പുറത്തിട്ടു. അത് ഏത് വാർത്താ മീഡിയത്തിന് കിട്ടിയാലും അവരിടും. ഫെയിമിൽ നിൽക്കുന്ന ആർക്കെതിരെ എന്ത് വോയിസ് കിട്ടിയാലും അവർ കൊണ്ടുവന്നിടും. ഞാനും ഒരു വാർത്താ മീഡിയത്തിൽ നിൽക്കുന്ന ആളാണ്. എനിക്കത് ചെയ്യേണ്ടി വന്നു, ഞാൻ ചെയ്തു. അത് ഞാൻ ഇവളെയല്ലേ ഞാൻ ചെയ്തത്, അവൻ കോഴി എന്ന് പറയാനാണ്. അവനില്ലാത്ത പ്രശ്നം ഇവർക്ക് എങ്ങനെ വന്നു? അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് എന്നെ പറഞ്ഞതായിരിക്കത്തില്ല. അവന് ഭ്രാന്താണ്, അല്ലെങ്കിൽ അവന് ഞാൻ തമ്മിൽ തെറ്റലാണ്, ഇത്രയും പറഞ്ഞാൽ മതിയല്ലോ. എന്നെ എന്തിന് ഈ രീതിയിൽ അവൾ ഉപദ്രവിച്ചു? നീ ഈ മെസ്സേജ് ഇട്ട് നിനക്ക് ഒരു അല്പമെങ്കിലും മാന്യതയുണ്ടെങ്കിൽ ഈ ചോദ്യം നീ അവൾ വരുമ്പോൾ അവളോട് ചോദിക്കും. എന്തടിസ്ഥാനത്തിൽ എന്നോട് ഇത് ചെയ്തു? ഞാൻ നേരിട്ട സൈബർ ബുള്ളിങ് എന്താണെന്ന് നിനക്കറിയുമോ? ഞാൻ അനുഭവിച്ച വിഷമം എന്താണെന്ന് നിനക്കറിയുമോ? എൻ്റെ ഇളയ മകൻ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു എന്ന് വരെ പറഞ്ഞ് പ്രചരിപ്പിച്ചു ഇവർ. ഈ കുട്ടിക്കെതിരെ ഞാൻ അതുപോലുള്ള കഷ്ടപ്പാടുകളിൽ കൂടെ എൻ്റെ കുട്ടിയെ ഞാൻ കൊണ്ട് നടത്തിയെന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞുങ്ങളെ വിളിച്ച് ചോദിക്കും. ഞാൻ ഓപ്പൺ ബുക്കാണ്, നിങ്ങൾക്ക് വന്ന് എവിടെ വേണോ ചോദിക്കാം. ഞാൻ വ്യഭിചാരിണിയാണ്, ഞാൻ പെൺവാണിഫക്കാരിയാണ്, എന്തൊക്കെ അസംബന്ധങ്ങളാണ് എന്നെ ഇവൾ പറയിച്ചതെന്ന് നിങ്ങൾക്കറിയുമോ? അത്രയൊന്നും ദ്രോഹം ഞാൻ ചെയ്തില്ലല്ലോ. നടന്ന ഒരു കാര്യമല്ലേ പറഞ്ഞത്. ഇല്ലായ്മയും കള്ളത്തരവും ഒന്നും ഞാൻ എവിടെയും വിളിച്ചു പറഞ്ഞില്ലല്ലോ. ഇല്ലല്ലോ. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്ന് വെക്കരുത്. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടില്ലെന്ന് പറഞ്ഞാൽ എനിക്കൊരു വിഷമവുമില്ല കുട്ടി, എനിക്ക് ഒരു നിർബന്ധമില്ല നിങ്ങൾ എൻ്റെ വീഡിയോ കാണണമെന്ന്. എൻ്റെ വീഡിയോ കണ്ട് 10 പെൺകുട്ടികൾക്ക് ബോധം ഉണ്ടാവുമോ, അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ പുരോഗമനവാദിയാണ്. എൻ്റെ പുരോഗമനവാദം ഒരു ലിമിറ്റിലാണ്. ഒരു ലിമിറ്റ് വിട്ടുള്ള പുരോഗമനവാദമൊന്നും എനിക്കില്ല. ഞാൻ വീട്ടിലെ അമ്മമാരൊപ്പവും ചേച്ചിമാർക്കൊപ്പവും വല്യമ്മമാർക്കൊപ്പം ഒക്കെ ജീവിച്ച വ്യക്തിയാണ്. എനിക്ക് അവരോടൊക്കെ റെസ്പെക്റ്റാണ്. അവരെന്നെ പഠിപ്പിച്ചത് മറ്റൊരു മോഡലാണ്. എനിക്ക് ആ മോഡലേ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഈ മോഡലിൽ അക്സെപ്റ്റ് ചെയ്യാനും ഉൾക്കൊള്ളാനും എനിക്ക് ബുദ്ധിമുട്ട്, പേഴ്സണലി എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ ചുറ്റുമുള്ള കുട്ടികളെ ഞാൻ അങ്ങനെ വളർത്തുകയുമുള്ളൂ, അങ്ങനെ പഠിപ്പിക്കുകയുമുള്ളൂ. അപ്പം എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും, അത് മനസ്സിലാക്കുക. പിന്നെ താങ്കൾ ഈ കമൻ്റ് ഇട്ടതിന് നന്ദി. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ അതിന് കാരണമായല്ലോ. പിന്നെ ജാസ്മിൻ പെർഫെക്റ്റ് അല്ല, ആരുമല്ല, അത് നിങ്ങൾക്ക് പറയാൻ ഉണ്ടാവത്തില്ല കേട്ടോ. നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കത്തില്ല, ചിലപ്പം ജാസ്മിൻ ലെവലിലായിരിക്കും നിങ്ങൾ. അത് നിന്റെ ഇഷ്ടം, അത് നിന്റെ പേഴ്സണൽ ചോയ്സ്. കാർത്തിക സുകുമാരനിക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരിക്കാം, കാർത്തിക സുകുമാരൻ അങ്ങനെ ആയിരിക്കാം. ഞാൻ അങ്ങനെയാണെന്ന് കൺക്ലൂഡ് ചെയ്യരുത്. പൊതുസമൂഹത്തിലെ എല്ലാ പെൺകുട്ടികളെയും അങ്ങനെ അങ്ങോട്ട് കൺക്ലൂഡ് ചെയ്യരുത്. പെർഫെക്ഷൻ ഉള്ളവരും ഉണ്ടാവും, മനസ്സിലായോ? ഇതുപോലെ ലെവലിലാണ് എല്ലാവരും വന്ന് താങ്കൾ അങ്ങനെ കോൺട്ര ചെയ്തത് തീർത്തും മ്ലേച്ഛമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരു കാര്യം കൂടിയുണ്ട്, അവൾ ബീയിങ് യൂസ്ഡ്, ഒരാളെ ഉപയോഗിക്കുകയാണ് എങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരാണ്? കുഞ്ഞു വാവയൊന്നും അല്ലല്ലോ, പാലൂപ്പിയാണോ വായിലിരിക്കുന്നത്? ഇത്രയധികം പേർ കാണുന്ന ഒരു ഷോയ്ക്കകത്ത് നിന്ന് കൂടെയുള്ള കണ്ടസ്റ്റന്റിനെയൊക്കെ ആട്ടിപ്പടയ്ക്കുന്ന രീതിയിൽ അധികാരത്തോടു കൂടി അഹങ്കാരത്തോടു കൂടി സംസാരിക്കാൻ കഴിയുന്നവൾക്ക് സ്വന്തം വ്യക്തിത്വത്തിനെ നശിപ്പിക്കുന്ന രീതിയിൽ സ്വന്തം ലൈഫിനെ കുളമാക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം നടന്നപ്പോൾ പ്രതികരിക്കാൻ പറ്റുന്നില്ലേ? അപ്പൊ അതിനകത്ത് കാണിക്കുന്ന പ്രതികരണം എന്താണ്? അത് അഭിനയമാണോ? അതും കൂടെ വ്യക്തമാക്കണം. രണ്ടും കൂടെ ടാലി ആകുന്നില്ല, അതുകൊണ്ട് പറയുന്നതാണ്. ഇത്രയും പ്രതികരിക്കുന്ന ഒരു ലേഡി വേറെയുണ്ടോ? ഇത്രയും ബോൾഡായ വേറൊരു ലേഡി ഉണ്ടോ എന്നൊക്കെയാണ് ദിയ സുനയൊക്കെ ചോദിക്കുന്നത്. സുന ചോദിക്കുന്നത് പോലെ ആണെങ്കിൽ ഈ പെൺകുട്ടി അത്രയും ബോൾഡ് അല്ലേ? അവളെ എങ്ങനെ ആർക്കെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും? ഞങ്ങൾ അസ്യൂം ചെയ്തൊരു കാര്യം പറയുന്നതാണ്.
അപ്പോഴും അവളുടെ മേലുള്ള ദയാവായ്പ കൊണ്ടാ പറയുന്നത്. അല്ലെങ്കിൽ അവൾ പക്ക ഇതാണെന്നങ്ങ് പറഞ്ഞാൽ പോരെ. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം, ആ കുട്ടി അറിയാതെ ആ ലൂപ്പിൽ പെട്ടുപോയതായിരിക്കാം എന്ന് പറയുന്നത് അവളോടുള്ള ഫേവർ കൊണ്ട് പറയുന്നതാണ്. അതുപോലും മനസ്സിലാകുന്നില്ല. സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞാൽ യു ജസ്റ്റ് ഗോ. 30 ദിവസവും കൂടെ അവൾ അതിനകത്തുണ്ടോ, അവൾ അതിനകത്ത് പറഞ്ഞിരിക്കും. അവൾ പുറത്തായി അവളെ പറയില്ല, വേറെ ആൾക്കാരുണ്ടെങ്കിൽ പറയും. ടോപ്പിക് എന്താണോ, ഏത് കണ്ടന്റ് ആണോ ഇതായി നിൽക്കുന്നത്, കണ്ടന്റ് എടുത്ത് വെച്ച് പറയും. അതെന്റെ തൊഴിലാണ്, ഇതെന്റെ ജോബാണ്, ഇതിൽ കൂടെ ഒരു വരുമാനമാണ് ഞാൻ എൻ്റെ മെഡിസിൻ ഉപയോഗിക്കുന്നത്. വളരെ സിൻസിയറായിട്ട് പറഞ്ഞ കാര്യമാണ്. നിനക്ക് ഇഷ്ടമുള്ളത് ചിന്തിക്കാം. എൻ്റെ ഭാഗമാണ് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ. ഇതൊരു മറുപടിയായിട്ട് അവിടെ എഴുതിയിട്ടാൽ ഒരുപാടായി പോവും. ഇത് ഇങ്ങനെ എഴുതിയിടുന്ന, ഇങ്ങനെ പറഞ്ഞു പിടിച്ചിടുന്ന എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ PR വന്ന് വിളിക്കുന്ന തെറിയും കൂടെ കേട്ടിട്ടാണ്, സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. അതാണ് മറുപടി, ഇതാണ് മറുപടി. ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ ഞാൻ ഈ വശത്തെ വരൂലായിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തില്ലല്ലോ, എനിക്ക് താല്പര്യമില്ലല്ലോ. ഇത് എന്നോട് എന്ത് ചെയ്തു അത് നിനക്ക് കിട്ടി എന്നുള്ളതാണ്. വയസ്സല്ല, ആ വയസ്സിനുള്ള ബുദ്ധിയല്ല അത് കാണിച്ചിട്ട് പോയത്. തെളിവായിട്ട് ഒരു സാധനം ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ ഒരിക്കൽ ഇട്ട് തരാം. അത് കേട്ട് നോക്കൂ, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും. പോകുന്നതിന് 3 ദിവസം മുമ്പ് അവിടെ ഞാൻ എന്തോന്ന് കടിച്ചിട്ടാണ്. അതായത് ചാനലും പൂട്ടിച്ച്, തെറിയും വിളിപ്പിച്ച്, ഇവരെ കൊണ്ട് അത്രയും ഉണ്ടാക്കിച്ച്, ഇല്ലാത്ത പ്രശ്നത്തിലൊക്കെ എന്നെ കൊണ്ട് ഇട്ടതും പോരാതെ പോകുന്നതിന് 2 ദിവസം മുമ്പ് പോയി അവിടെ ഇരുന്ന് ആ പെണ്ണിന് ചാനലിൽ കയറി എന്നെ തെറി വിളിച്ച മോളാണ്. മരണം വരെ മറക്കാൻ എന്നോട് പറയരുത്. അത് അവളോടായാലും ഇവളോടായാലും. കൂടെ നിന്ന് ചതിക്കുന്നവരെയും കൂടെ നിന്നുകൊണ്ട് ഉണ്ടാക്കുന്നവരെയും മരണം വരെ ഞാൻ മറക്കത്തില്ല. മരണം വരെ ഞാൻ അവർക്ക് മാപ്പും കൊടുക്കത്തില്ല. അതങ്ങനെ തന്നെ നിൽക്കും. ഞാൻ ഇങ്ങനെയാണപ്പം, ഞാൻ സാധാരണ സ്ത്രീയാണ്, ഞാൻ ദൈവപുത്രിയൊന്നുമല്ല പെട്ടെന്ന് കയറി അങ്ങ് ക്ഷമിക്കാൻ. പേഴ്സണൽ ഗ്രഡ്ജ് ഇതാണ്. എനിക്കത് ഗ്രഡ്ജ് വന്നില്ലെങ്കിലേ അതിശയിക്കേണ്ടു. അങ്ങനെ വരാതിരിക്കാൻ ഞാൻ അമൃതാനന്ദമയെ പോലെ അഭിനയിച്ച് ജീവിക്കുന്ന സ്ത്രീയല്ല. എനിക്കങ്ങനെ ഭയങ്കര സംഭവമൊന്നുമില്ല. ഞാൻ സാധാരണ പച്ചയായ ഒരു കുടുംബിനിയാണ്. എൻ്റെ മക്കളുടെ അമ്മയാണ്. എൻ്റെ പൊന്നുമോനെ ഷാരൂഖ് ഖാൻ എന്ന് പറഞ്ഞ് എത്രത്തോളം അപമാനിക്കുക, അതും കരിഞ്ഞ ഷാരൂഖ് ഖാൻ എന്ന് പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെ അപമാനിച്ചവളാണ്. കേസ് കൊടുക്കാമെങ്കിൽ ആ കുട്ടിക്ക് കൊണ്ടുപോയി കൊടുക്കാം. അവൻ്റെ കളറിനെ വെച്ച് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ കല്യാണം ആലോചിച്ചതാണ്. അത് അവളെ ഞാൻ കല്യാണം ആലോചിച്ചു വേണ്ട എന്ന് പറഞ്ഞ ഉടനെ എനിക്ക് ദേഷ്യം തോന്നി. ഞാനിത് പ്ലേ ചെയ്തെന്നാണ് അവൾ വരുത്തി തീർത്തത്. മാനിപ്പുലേഷൻ. ആ ഫുള്ള് വോയിസ് ഞാൻ എടുത്ത് പ്ലേ ചെയ്തു. ഞാൻ അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ കളിയാക്കി ചോദിച്ചാണ്, എൻ്റെ മകന് 26 വയസ്സുള്ള 32 വയസ്സായി ഞാൻ കെട്ടിക്കൂല, ഒരു കാരണവശാലും ഇപ്പം ഞാൻ കെട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് എടുത്ത് പറഞ്ഞിട്ട് പോലും അങ്ങനെയല്ല, എൻ്റെ മകനെ എനിക്ക് കല്യാണം ആലോചിച്ചു, അവരെ വേണ്ട എന്ന് പറഞ്ഞ ഉടനെ വിച്ചേ കുച്ചേ പുച്ചേ കുച്ചേ എന്നൊക്കെ പറഞ്ഞ് ഡാൻസ് കളിച്ച മോളാണ്. ഇനി ഒന്നും കൂടെ ഉണ്ട്. വിച്ചേ ഞാനിതിവിടെ നിർത്തുകയാണെന്ന് പറഞ്ഞ് ലാസ്റ്റ് ഇട്ടൊരു വീഡിയോ ഉണ്ട്, ഒന്ന് പോയി നോക്കുക. ആ വീഡിയോ എപ്പോഴും ഉണ്ട് അവളുടെ ടൈം ലൈൻ, ഹൈഡ് ചെയ്തിട്ടില്ല. അതിനകത്തുണ്ട് ആ പറയുന്നത് എന്നെയാ, എൻ്റെ കുടുംബത്തിനെയാ, എൻ്റെ വീട്ടുകാരെയാ. അവൾ പറഞ്ഞ എന്താണെന്നറിയാമോ? എന്നെ നടു റോട്ടിലിട്ട് നാട്ടുകാർ കല്ലെറിയും അത്രേ, എന്നെ നടു റോട്ടിലിട്ട് നാട്ടുകാർ തല്ലും അത്രേ. എന്തിനീ? 2 വിവാഹം കഴിച്ചേനാ, 2 വിവാഹം കഴിച്ചേനാ, 2 ആൺകുട്ടികൾക്ക് ജീവൻ കൊടുത്തതിനാ, പുരോഗമനവാദനം പറയുന്നതിനാ, ഒരു തേപ്പുകാരിയുടെ മുഖം പുറത്തേക്ക് കൊണ്ടുവന്നേനാ നാട്ടുകാരെന്നെ തല്ലുന്നത്? ആരെയാണ് നാട്ടുകാർ തല്ലാൻ പോകുന്നതെന്ന് കാലം തെളിയിച്ചു. അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.